അർത്ഥപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിൽ ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു പ്രാധാന്യം ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് പിന്നിൽ ഒരു മാനസികമായ സമീപനം വേണമെന്ന് നമുക്കറിയാം. എല്ലാ പഠനങ്ങളും അത് പറയാറുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ ഹെവിയായ ഒരു സിലബസാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കുന്നത്. അമേരിക്കയിലൊക്കെ 10 വയസ്സ് വരെ എഡ്യൂക്കേഷൻ എന്നത് ഒരു പരിധിയിൽ കൂടുതൽ ഒരു സ്ട്രെസ്സും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല. വളരെ കുറച്ച് സമയം, കുറച്ച് സിലബസ് മാത്രമേ അവർക്ക് കടന്നു പോകേണ്ടതുള്ളൂ. നമ്മുടെ LKG മുതലുള്ള കുഞ്ഞുങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പലപ്പോഴും ചൈൽഡ് കൗൺസിലിങ്ങിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരുപാട് സ്ട്രെസ് ലെവൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. നമുക്ക് അറിയാം, ഒരു ചെടി വളർന്നു വരുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും ശ്രദ്ധയും പരിചരണവും വേണ്ടത്. അതുപോലെ വിദ്യാഭ്യാസത്തിലും ഏറ്റവും ശാസ്ത്രീയമായി പഠിപ്പിക്കേണ്ടത് ഒരു 3 മുതൽ 8-9 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്. ഇപ്പോൾ പ്രൈമറി ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ തോന്നിയ കുറച്ച് വിവരങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. 2 തരത്തിലുള്ള പ്രൈമറി ടീച്ചേഴ്സിനെ നമുക്ക് കാണാം. പ്രൈമറി ക്ലാസ് വളരെ ബുദ്ധിമുട്ടേറിയതാണെന്നും ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യാനും അടക്കിയിരുത്താനും ഏറെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. വളരെ രസകരമായി എൻജോയ് ചെയ്ത് കുട്ടികളുടെ അടുത്തെത്തിയാൽ എല്ലാ ടെൻഷനും മാറും എന്ന് പറഞ്ഞ് കുട്ടികളെ സ്നേഹിച്ച് ഒരു പാരൻറ്റിനെ പോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്ന ടീച്ചേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ ടീച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പേഴ്സണലി തന്നെ കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് കാണാം. അവർക്ക് ചിരി കുറവായിരിക്കും. രണ്ടാമത്തെ കൂട്ടർ അത്യാവശ്യം പ്ലസൻ്റ് ആയിട്ടും എപ്പോഴും ചിരിക്കുന്നതായിട്ടും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരിലും ഇത് ബാധകമാണെന്നല്ല. ഓരോ ടീച്ചേഴ്സും വളരെ വ്യത്യസ്തരാണ്. ആത്മാർത്ഥതയോടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾ ടീച്ചേഴ്സിനെ വല്ലാതെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെയാണ് കണ്ടിട്ടുള്ളത്, വല്ലാതെ അനുകരിക്കുന്നതായിട്ട് കാണാം. ചെറിയ ക്ലാസ്സുകളിൽ ടീച്ചറാണ് അവർക്കെല്ലാം. ടീച്ചറുടെ ഓരോ ചലനവും നടപ്പും ഇരിപ്പും വാക്ക് പ്രവൃത്തിയും ടീച്ചർ കൈ എടുക്കുന്ന ആംഗ്യങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുറച്ച് 4-5 ക്ലാസ്സിലെത്തി മുതിരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സ്, ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ് എന്നുള്ള ഒരു സെലക്റ്റീവ് മാനസികാവസ്ഥയിലേക്കൊക്കെ അവർ മാറാറുണ്ട്. അതുകൊണ്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഫ്രീ ആയി, വളരെ നാച്ചുറലായി കുഞ്ഞുങ്ങളോട് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട്. നിങ്ങളുടെ മുന്നിലുള്ള കുഞ്ഞി കണ്ണുകളെ വളരെ നിസ്സാരമായി കാണാതിരിക്കുക. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്ന ആ പ്രായത്തിൽ അധ്യാപകരുടെ പെരുമാറ്റവും വാക്കും ഒക്കെ കുഞ്ഞുങ്ങളിൽ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. ക്രിയേറ്റ് ആൻഡ് ഐഡൻറ്റിറ്റി ഫോർ ഈച്ച് ചൈൽഡ് എന്നത് ഓരോ അധ്യാപകരുടെ ഉത്തരവാദിത്വമായിരിക്കണം. ഓരോ കുട്ടികളെയും നമ്മൾ ഒരു പെക്യൂലിയർ ഐഡൻറ്റിറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഏറ്റവും പഠിക്കുന്ന കുട്ടി, ഏറ്റവും ഓർമ്മയുള്ള കുട്ടി എന്നതൊക്കെ നമ്മൾ മികച്ചതായി പറയുന്നത് പോലെ തന്നെ ഏറ്റവും നന്നായി വരയ്ക്കുന്ന കുട്ടി, ഏറ്റവും നന്നായി പാടുന്ന കുട്ടി, ഏറ്റവും നന്നായി ഒരുങ്ങുന്ന കുട്ടി, ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുന്ന കുട്ടി, പച്ചക്കറികൾ നന്നായി കഴിക്കുന്ന കുട്ടി, ഏറ്റവും വൃത്തിയായി കൈകാലുകൾ സൂക്ഷിക്കുന്ന കുട്ടി, അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ ഐഡൻറ്റിറ്റി കൊടുക്കുകയാണെങ്കിൽ എല്ലാം അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. എല്ലാവരും പ്രശംസയും പരിഗണനയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്, മുതിർന്നവർ പോലും. ഒരു ടീച്ചർ ലൈഫ് ടൈമിൽ 19,000 മണിക്കൂറാണ് കുട്ടികളുടെ കൂടെ ചിലവഴിക്കുന്നത് എന്നതാണ് ഒരു ഏകദേശ കണക്ക്. ഇത്രയും കാലത്തിനിടയ്ക്ക് എങ്ങനെയായിരിക്കാം ഒരു ടീച്ചർ ഇത്രയധികം കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുക എന്ന് നമ്മൾ ആലോചിക്കുന്നത് തന്നെ ഒരു രസകരമാണ്. ടീച്ചിങ് ഈസ് നോട്ട് ഓൺലി ലേണിംഗ്. ഒരു റൂമിൽ നിന്ന് നമുക്ക് പഠിപ്പിക്കാവുന്ന കാര്യങ്ങളിൽ വളരെയധികം പരിമിതികളുണ്ട്. കുഞ്ഞിനെ സംബന്ധിച്ച് ഏറ്റവും സഫോക്കേറ്റിംഗ് ആയിരിക്കും മിക്കവാറും ക്ലാസ്സുകൾ. ഓടിക്കളിച്ച് ധാരാളം സംസാരിച്ച് ബഹളം വെച്ച് വളരെ കംഫർട്ടബിളായ ഒരു അന്തരീക്ഷത്തിൽ വളരെ അറ്റാച്ച്ഡ് ആയ ആളുകളുടെ കൂടെ ചെലവഴിക്കാനാണ് ലോകത്തിലെ ഏത് കുഞ്ഞും, ഇത് മനുഷ്യരുടെ ആവട്ടെ മൃഗങ്ങളുടെ ആവട്ടെ, ഏതൊരു കുഞ്ഞും ആഗ്രഹിക്കുക. അപ്പോഴാണ് നാം മണിക്കൂറുകളോളം അടക്കിയിരുത്തി ശബ്ദം വെക്കാതെ, മിണ്ടാതെ, പേടിപ്പിച്ച് അറിയാത്ത ഭാഷകൾ, സ്പെല്ലിങ്ങുകളും ഒക്കെ പഠിക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞിൻ്റെ സ്ട്രെസ് ലെവൽ എത്ര അധികമായിരിക്കുമെന്ന് നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ടീച്ചേഴ്സിൻ്റെ വളരെ ബുദ്ധിപൂർവമായ ഇടപെടൽ ഈ അവസ്ഥയെ മറികടക്കാൻ മക്കളെ സഹായിക്കും.
ഒന്ന്, എല്ലാം അറിയുന്ന ഒരു അതോറിറ്റിയായി നിലനിൽക്കാതെ, കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിൽക്കാതെ, കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിലിരുന്ന് കൂടെ പഠിക്കാൻ ടീച്ചറും തയ്യാറാവണം. ടീച്ചർ പഠിക്കുന്നത് ഒരിക്കലും കുഞ്ഞുങ്ങൾ കാണാറില്ല. ടീച്ചർ പഠിപ്പിക്കുന്നത് മാത്രമേ അവർക്ക് പരിചയമുള്ളൂ. അപ്പോൾ ടീച്ചർ മക്കളുടെ കൂടെ പഠിക്കാൻ തയ്യാറായാൽ പഠനം എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മാറ്റം വരും. പിന്നെ പലപ്പോഴും പറയാറുണ്ട്, ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളുടെ ഐ ലെവലിൽ നിന്ന് വന്ന് സംസാരിച്ചാൽ, അത് ഇരുന്നിട്ടാവാം, അവരുടെ ഐ കോണ്ടാക്ട് ഐ ലെവലിൽ വന്ന് സംസാരിച്ചാൽ വളരെ അറ്റാച്ച്ഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ് റൂമിൽ നിന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ലോകത്ത് കൂടുതലുള്ളത്. ഒരു സൈക്കിൾ ഓടിക്കാൻ, ചെടി നടാൻ, ഭക്ഷണം വെക്കാൻ, ഡാൻസ് കളിക്കാൻ ഒന്നും നമുക്ക് തിയറി ആവശ്യമില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ലേണിംഗ് ഓഫ് ഫാക്ട്സ് ബട്ട് ദ ട്രെയിനിങ് ഓഫ് ദി മൈൻഡ് ടു തിങ്ക്. കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പഠിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന് അവർക്ക് കാണിച്ചു കൊടുത്താൽ, അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയാകും. ഓരോ കുഞ്ഞിൻ്റെയും ലേണിംഗ് മെത്തേഡ് വ്യത്യാസമായിരിക്കും. പല തരത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകർ അറിഞ്ഞിരിക്കണം. എൻ്റെ മകൾ 1ലാണ് പഠിക്കുന്നത്. സ്പെല്ലിങ് പഠിക്കാൻ, ഓർക്കാനൊക്കെ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓരോ ഒക്കേഷനിലും, കഴിഞ്ഞ വർഷം ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഓരോരുത്തരിട്ട ഡ്രസ്സുകൾ ഓർത്ത് പറയാനും, അവളുടെ ഓരോ ഡ്രസ്സും ആര് വാങ്ങിത്തന്നു, എവിടുന്ന് വാങ്ങിയതെല്ലാം ഓർമ്മയിലുണ്ട്. ഓർമ്മയല്ല അവിടെ പ്രശ്നം, ഓരോരുത്തരും ഓർമ്മിക്കുന്ന, പഠിക്കുന്ന രീതി വ്യത്യസ്തമാണ് എന്നതാണ്. അതുപോലെ ഓരോ കുഞ്ഞുങ്ങളും പഠിച്ചു വെക്കുന്നത്, ഓർത്ത് വെക്കുന്നതൊക്കെ അവരുടേതായ ഓരോ ശൈലിയിലാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ കഴിവ്. 1-2 വർഷം കൊണ്ട് മാതൃഭാഷ വളരെ ഈസിയായി പറയുന്ന കുട്ടികളെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നാം മറ്റൊരു ഭാഷ പറയാൻ പഠിപ്പിക്കുന്നത്, എത്ര വർഷം കൊണ്ടാണ് നാം ഇത് പഠിപ്പിക്കുന്നത്. അവിടെയും ലേണിംഗ് മെത്തേഡ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. കുഞ്ഞുങ്ങൾക്ക് എന്നും ഇഷ്ടം ടീച്ചറായി പെരുമാറാത്ത ടീച്ചറെയാണ്. കുഞ്ഞുങ്ങളുടെ മനസ്സ് എപ്പോഴും നിറച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പാത്രമല്ല, മറിച്ച് കത്താൻ വെതുമ്പുന്ന ഒരു വിറക് കഷ്ണമാണ് എന്ന് നാം കേട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. വളരെ ചിന്തിക്കേണ്ട ഒരു പ്രസ്താവന തന്നെയാണത്. പ്രൈമറി ക്ലാസ്സുകളിൽ നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയല്ല, പഠിക്കാൻ പഠിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. അക്ഷരങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറം നിലനിൽക്കുന്ന നല്ല നല്ല ഓർമ്മകൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവശേഷിപ്പിക്കാൻ എല്ലാ അധ്യാപകർക്കും ആവട്ടെ. കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒരുപാട് പ്രതീക്ഷയോടെ നോക്കരുത്. കൂടുതൽ കൗതുകത്തോടെ അവരുടെ ലോകത്തേക്ക് നോക്കാം. അവരുടെ ലോകം വളരെ വ്യത്യസ്തമാണ്. നാം കരുതുന്നതിലും വളരെ വലുതാണ്, ഭംഗിയുള്ളതാണ്. അതങ്ങനെ തന്നെ നിലനിർത്താൻ അവരെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.